കാരണം PSC ഇപ്പൊ എന്താ എക്സാം കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ 2024 തന്നെ കാണും, അല്ലെങ്കിൽ മാക്സിമം കൂടിപ്പോയ 2025 അതിനുള്ളിൽ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ്. ഞാൻ പ്രഗീഷ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന എല്ലാവരും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ വിജ്ഞാപനമൊക്കെ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ ചർച്ചയും മുഴുവൻ നടക്കുന്നത് അല്ലേ. അപ്പൊ അതിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഏതൊരു വിജ്ഞാപനം വരുമ്പോഴും വരാനുള്ള സാധ്യത ഇടുമ്പോഴും എല്ലാവരും പ്രശ്നം എന്താണ്, സിലബസിനെ കുറിച്ച് അറിയണം, എക്സാം ഡേറ്റിനെ കുറിച്ച് അറിയണം, അതിന്റെ വേക്കൻസീസിനെ കുറിച്ച് അറിയണം, എത്രയാണ് ശമ്പള സ്കെയിൽ എന്ന് അറിയണം. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എല്ലാവരുടെ മനസ്സിലുണ്ടാവും. പഠിക്കുന്നതിനൊക്കെ മുമ്പ് നിങ്ങൾക്ക് ആദ്യം അറിയേണ്ട ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ ഓരോന്നായിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് എന്താണ് മിസ്സേ? എക്സാം ഡേറ്റ് നമുക്ക് ചോദിക്കുന്ന എക്സാം ഡേറ്റ് എന്നാ, കാരണം PSCയുടെ എക്സാം വൈകും എന്ന് പറഞ്ഞ് എക്സാം ഡേറ്റ് എന്നായിരിക്കും എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പൊ എത്ര വേക്കൻസീസ് ഉണ്ടാവും, എത്ര എക്സാം, എന്താണ് എക്സാം ഡേറ്റ് എന്നുള്ള കൃത്യമായിട്ട്. അപ്പൊ നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് നമുക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ. നമുക്കറിയാം PSC നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആണ്. തീർച്ചയായിട്ടും BCom കോർപ്പറേഷനും അതുപോലെ തന്നെ എനി ഡിഗ്രി വിട്ട് JDC HDC ഉള്ളവർക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി സാധിക്കും. അതെ, BSc കോർപ്പറേഷൻ ബാങ്കിങ് പോലുള്ള ചില യോഗ്യതകളും അതിനൊപ്പം വരുന്നുണ്ട്. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് 2018 മിസ്സേ. അതെ, എക്സാം 2020 അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം ഒക്ടോബർ 2021 അതിന്റെ ഒരു ലിസ്റ്റ് വന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ലിസ്റ്റ് കണ്ടിന്യൂ ആണ്. 2024 ഒക്ടോബറിലാണ് ലിസ്റ്റ് തീരുക. അപ്പൊ നിലവിൽ ലിസ്റ്റ് വരിക്കുമ്പോഴാണ് മറ്റൊരു വിജ്ഞാപനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തണം. അപ്പൊ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ 2018, അപ്പൊ നിങ്ങൾ നോക്കണം, 2018 ഒരു ഉദ്യോഗാർത്ഥി അവസാനമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് 2018. അപ്പൊ 2018 അപ്ലൈ ചെയ്യുമ്പോൾ അതുവരെയുള്ള കാര്യങ്ങളാണ് അതിൽ ഒപ്പം നടന്നിരുന്നത്. അപ്പൊ നോക്കൂ, അതിനുശേഷം നടക്കുന്ന ഒരുപാട് ഒരു ഗ്യാപ്പിന് ശേഷം നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ്. സോ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷയുണ്ട്, വേക്കൻസീസിന്റെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ട്, എക്സാമിന്റെ പാറ്റേൺ. കാരണം ഒരു ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു പാറ്റേൺ മാറും. കാരണം എന്താണ്, 2018 അല്ലെങ്കിൽ ഈ എക്സാം നടന്ന 2020 സാഹചര്യമല്ല ഇപ്പോൾ സാധാരണമായി നിലനിൽക്കുന്നത്. മാർക്കറ്റ് ഫെഡിന്റെ എക്സാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സിലബസ് എക്സാം കുറച്ചും കൂടി ഈസി ആയിരുന്നു. ചിലപ്പോൾ ഈസി ആവാൻ, ചിലപ്പോൾ എന്താ ടഫ് ആകും. കാരണം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, കാരണം അവിടെ മാർക്കറ്റ് ഫെഡിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റോ അല്ലെങ്കിൽ കാഷ്യറോ ഉള്ള പോസ്റ്റുകളാണ്. ഇത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ വളരെ വലിയൊരു പോസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 2018 ഇതിനു മുമ്പ് വിജ്ഞാപനം വന്നിരുന്നു, 2020 എക്സാമിനേഷൻ നടന്നു, 2021 ലിസ്റ്റ് വന്നു. ലിസ്റ്റ് ഇപ്പോഴും എന്താണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് മറ്റൊരു വിജ്ഞാപനം നമ്മളെ തേടി വരാൻ വേണ്ടി പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചത് അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ ഇനി നമ്മള് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഏജ് ലിമിറ്റ് കഴിഞ്ഞ വിജ്ഞാപനം. അതെ, കൂടുതലുണ്ട് നമ്മുടെ അപെക്സ് സൊസൈറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൊക്കെ ഉള്ളവർ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1 വർഷം 38 വയസ്സുള്ളത്. പിന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പൊ സാധാരണ ചട്ടങ്ങൾ പ്രകാരം 40 വയസ്സുള്ള ഏജ് നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ 40 വയസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയില്ല, ഉറപ്പ് പറയല്ല. ചിലപ്പോൾ അങ്ങനെ സാധ്യത നമുക്ക് കാണുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ഇതിനു മുമ്പ് കേരള ബാങ്കിന് അസിസ്റ്റന്റ് മാനേജർ വന്ന സമയത്തൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വരുന്നത് ഏജിന്റെ കാര്യത്തിൽ. കാരണം സാധാരണ ചട്ടങ്ങൾ പ്രകാരം 40 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് പറയുന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായും അതിലൊരു മാറ്റം വന്നില്ലെങ്കിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ മാറ്റം വന്നാൽ മാക്സിമം എത്രയാണ് 40 വയസ്സ് വരെയാണ് നമുക്ക് ഒരു തീർച്ചയായിട്ടും ആ ഒരു ഏജ് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് എക്സാമിനേഷൻ വരുന്ന സമയത്ത് ഇനി എന്ന് എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 2023 ലാസ്റ്റ് ഡിസംബർ ന്യൂ ഇയർ ഗിഫ്റ്റ് വരെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നേ. അപ്പൊ അതിന്റെ എക്സാം എന്ന് പറഞ്ഞാൽ, കാരണം PSC ഇപ്പൊ എന്താ എക്സാം കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ 2024 തന്നെ കാണും, അല്ലെങ്കിൽ മാക്സിമം കൂടിപ്പോയ 2025 അതിനുള്ളിൽ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാം 2018 അവിടെ 20 എന്നൊക്കെ കണ്ടില്ലേ, അത് നിങ്ങൾക്ക് അത്രയും അത് കാരണം ആ സാഹചര്യം അല്ല ഇന്ന് PSC നിലനിൽക്കുക. കാരണം കുറച്ചുകൂടി എക്സാമുകൾ വേഗത്തിലാണ്. മുൻപ് പരീക്ഷ കലണ്ടറുകൾ കൃത്യമായിട്ട് വരുന്നുണ്ട് അല്ലെ, ഓരോ മാസത്തെ പരീക്ഷ കലണ്ടർ വരുന്നുണ്ട്. മുൻകൂട്ടി നമുക്ക് കൺഫർമേഷൻ വരുന്നത് കൂടുതൽ പ്രഷർ കൊടുക്കുന്നുണ്ട്. അതുപോലെ കൺഫർമേഷൻ വരിക, ആ കൺഫർമേഷൻ ഉള്ളവർക്ക് മാത്രം എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിക്കോട്ടെ. ഇപ്പൊ 2018 ഈ സംവിധാനം ഇല്ല. അപ്പൊ അവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ എന്താണ് ഈ ഒരു സംവിധാനത്തിന് മാറ്റം വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് 2024 അല്ലെങ്കിൽ 2025 പ്രതീക്ഷിക്കാം. കേരള ബാങ്കിന്റെ ഈ ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കാം. കാരണം കേരള ബാങ്കിന്റെ ക്ലർക്ക് കാഷ്യർ എക്സാമിനേഷൻസുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പൊ പഠിച്ചു തുടങ്ങിയാലും എക്സാം പലരും പറയും എക്സാം ഇപ്പൊ ഒന്നും കാണില്ല, പഠിച്ചു തുടങ്ങണ്ടെന്ന്. പക്ഷെ എന്താ, നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ വരുന്ന അപെക്സ് ഫെഡറേഷൻസിന്റെ ഇനി CSE എത്ര എക്സാംസ് നടക്കുന്നുണ്ട്. കാരണം ഏപ്രിൽ എക്സാമിനേഷൻ വരുന്നുണ്ട്. അടുത്ത ഏപ്രിൽ മുന്നായിട്ട് തന്നെ നമുക്ക് അറിയാൻ സാധിച്ചത് CSE അടുത്ത വർഷത്തേക്കുള്ള പരീക്ഷ കലണ്ടർ വരുന്നത്. കാരണം കഴിഞ്ഞ വർഷം മുതലാണ് നമുക്ക് പരീക്ഷ കലണ്ടർ ഏർപ്പാട് CSE തന്ന്. അപ്പൊ അടുത്ത പരീക്ഷ കലണ്ടർ ഈ ഒരു ജനുവരി മാസത്തിൽ തന്നെ അവർ പുറത്തിറക്കുന്ന കേൾക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു എക്സാമിനേഷൻ മിനിമം ഒരു 3 എണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. 4 എണ്ണം 3 എണ്ണം മിനിമം എന്തായാലും 3 എണ്ണം പ്രതീക്ഷിക്കാം. ജൂനിയർ ക്ലർക്കിന് മാത്രം, അതുപോലെ അസിസ്റ്റന്റ് സെക്രട്ടറി എല്ലാത്തിനും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരുപാട് ഒഴിവുകൾ വരുന്നു. ഇനി നമുക്കറിയാം സാധാരണ
സാധാരണ ചട്ടങ്ങൾ പ്രകാരം കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അതായത് പ്യൂൺ ഉള്ള പോസ്റ്റുകളൊക്കെ CSEB വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ സാധാരണ ചട്ടത്തിൽ മാറ്റം വന്നാൽ ആ പോസ്റ്റുകളും കൂടി എക്സ്ട്രാ വരും. നമുക്ക് അടുത്ത വർഷം ഒരുപക്ഷെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. പ്യൂണ് അറ്റൻഡർ പോസ്റ്റുകളൊക്കെ തീർച്ചയായിട്ടും CSEBക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ വരാം. കാരണം പാർട്ട് ടൈം സ്വീപ്പർ മാത്രമേ ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് സ്വന്തം നിലയിൽ പോസ്റ്റിംഗ് നടത്താൻ പറ്റുള്ളൂ. CSEBക്ക് മറ്റു പോസ്റ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ട് അതിൽ നിന്നുള്ള പോസ്റ്റുകൾ വെച്ചുള്ള വിജ്ഞാപനം കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ തസ്തികയിൽ മാത്രമല്ല വലിയ അപ്ലിക്കൻസിന് വലിയ നേരം തന്നെ അതിലേക്ക് ഉണ്ടാവാനും 2024-25 നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. അപ്പോൾ എക്സാം നടന്ന 2026 തന്നെ എന്താ നമ്മുടെ ലിസ്റ്റ് വരും. അപ്പോൾ ഇപ്പൊ 2023 ലാസ്റ്റ് അവറായി. 2024 തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയ എന്താ 2026 ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താ നല്ല ഒരു നമ്മുടെ എന്താ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആയിട്ട് നമുക്ക് ഇരിക്കാം. ആ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അത്രയും എന്താ തർക്കമാർന്ന ജോലിയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ പലപ്പോഴും പല കാര്യങ്ങൾക്കൂടെ എക്സ്പീരിയൻസ് പങ്കുവെക്കുന്ന എല്ലാവരും എന്താണ് അത്തരം പോസ്റ്റുകളിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ്, ഒരു ഗ്ലാമർ പോസ്റ്റ്. സഹകരണ മേഖല ഒരു ഗ്ലാമർ പോസ്റ്റ് ആയിട്ട് തന്നെ കണക്കാക്കുന്നതാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന പോസ്റ്റ്. സോ അത് അവിടെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഒരു റിവൈസ്ഡ് സാലറി നമ്മൾ ഡിസ്കസ് ചെയ്തു. റിവൈസ്ഡ് സാലറിക്ക് വന്നപ്പോൾ എന്താണ് നല്ല പാക്കേജ് ആണ് ലഭിക്കുന്നത്. അതെ, ഒരു 89,000 വരെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബേസിക് മാത്രം, അലവൻസ് കൂടാതെ ബേസിക് മാത്രമാണ് അത്. അപ്പൊ ഇത്രയും സാലറി മുതലേ ഇത്രയും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആ ഒരു ജോലി കിട്ടണമെങ്കിൽ നമുക്ക് എന്താ എക്സാം അത്രയും നല്ല ടഫ് ആയിരിക്കും എക്സാമിന്റെ ലെവല്. അപ്പൊ അതനുസരിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങണം, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ സിലബസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ബേസിക് കാര്യങ്ങൾ മുതൽ പഠിച്ചു തുടങ്ങുക. കാരണം അത് പഠിച്ചു തുടങ്ങുന്നത് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അതിനിടയിൽ വരുന്ന ഏതൊരു എക്സാമിനേഷനും ആ ഒരു പഠനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് വെറുതെ ആവില്ല, കൃത്യമായിട്ട് ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പൊ കൃത്യമായ കാര്യങ്ങൾ വെച്ച് പഠിച്ചു തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് വേക്കൻസീസിനെ കുറിച്ച് ഒന്നും പേടിക്കേണ്ട. പിന്നെ ആ സമയത്ത് കഴിഞ്ഞ ടൈമില് 2018 എന്ന് പറഞ്ഞൊരു 400 to 500 ആ ഒരു റേഞ്ചില് റിക്രൂട്ട്മെന്റ് നടന്നിരുന്നു. അപ്പൊ ഈ ഒരു ഇത്രയും ടൈം ഗ്യാപ്പ് വന്നോണ്ട് തന്നെ നമുക്ക് വേക്കൻസീസ് ആയാലും കൂടുതൽ പ്രതീക്ഷിക്കാം. 500 എബോവ് നമുക്ക് തീർച്ചയായിട്ടും ഒരു വേക്കൻസി പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് കൂടാതെ കേരള ബാങ്കിന്റെ വേക്കൻസി ഉണ്ട്, KRFED ഉണ്ട്, അതുകൂടാതെ CSEB ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു കോപ്പറേറ്റീവ് മേഖലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ കുറെ അധികം അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഇതിൽ ഏതെങ്കിലും ഒരു ജോലി നമുക്ക് കിട്ടാതിരിക്കും. അതെ, അപ്പൊ ആ ഒരു പഠനം കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു എക്സാം ഡേറ്റിനെ കുറിച്ച് ഒരുപാട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. വേക്കൻസി ഇതൊക്കെ കൃത്യമായിട്ടുണ്ട്. നല്ല എക്സാം അവിടെ ബോർഡ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ ചെയ്യേണ്ട എന്താ, നമ്മൾ പഠിക്കുക, അതാണ് ചെയ്യേണ്ടത്. പഠിപ്പിക്കാനായിട്ട് ഇവിടെ ഞങ്ങൾ റെഡിയാണ്. നമ്മുടെ ഒരു വലിയൊരു ഗ്യാങ് വലിയ ടീമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ട്. പെൺട്രിയുടെ കോപ്പറേറ്റീവ് ബാങ്ക് ടീം എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളായിട്ടുള്ള അധ്യാപകരാണ് ക്ലാസ് എടുത്ത് തരുന്നത്. അതുപോലെ 24 മണിക്കൂർ നിങ്ങൾക്ക് മെന്ററുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി മികച്ച രീതിയിൽ മാർക്ക് മേടിച്ച് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിൽ 2026 ഇനി അതിന് മുമ്പാണ് ലിസ്റ്റ് വരുന്നെങ്കിൽ ആ ഒരു വർഷത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പൊ ആ ഒരു പരിശ്രമം എപ്പോഴും എൻട്രി നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. യൂട്യൂബിൽ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരെ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചാനൽ ഒരുപാട് അതെ. അപ്പോൾ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ ഒപ്പം എല്ലാ അപ്ഡേറ്റ്സുമായിട്ട് ആരുണ്ടായിരിക്കും, എൻട്രി കോപ്പറേറ്റീവ് ബാങ്ക് ടീം ഉണ്ടായിരിക്കും. സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ പ്ലാനിങ്ങോടെ പഠിക്കേണ്ട ഒരു എക്സാം ആണ്. കാരണം ഒരു വലിയ സിലബസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. അത് കൃത്യമായ പ്ലാനിങ്ങോടെ ചിട്ടയോടെ പഠിച്ചില്ലെങ്കിൽ എന്താണ് നമുക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റില്ല. അവസാനം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴും സിലബസ് ബാക്കി കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കഴിഞ്ഞിട്ടും സിലബസ് കഴിയാതെ കിടക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിൽ ചിട്ടയായിട്ട് കൃത്യമായി പഠിച്ചു പോയ സിലബസ് നിങ്ങൾ കവർ ചെയ്ത് വളരെ ഒരു ബുദ്ധിമുട്ടില്ല, അതിനാലും ഒരുപാട് ഹറിബറി ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പഠിച്ച് എക്സാം ആകുമ്പോഴത്തേക്കും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും, അത് നിങ്ങൾ നോക്കി വെക്കുക. CSEB-യിലും ചിലപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് വരാൻ സാധ്യത. ഇപ്പൊ ഈ ഒരു എക്സാം വരെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഒരു പക്ഷേ ഏപ്രിലത്തെ എക്സാമിനേഷൻ നമുക്കത് പ്രതീക്ഷിക്കാം. കാരണം 1 ടൈം രജിസ്ട്രേഷൻ ഒക്കെ വന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു തുടങ്ങിയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഏപ്രിൽ എക്സാമിനേഷൻ ഒക്കെ ചിലപ്പോൾ ആ ഒരു പാറ്റേൺ മാറ്റവും 100 ക്വസ്റ്റ്യൻസിലേക്കും അതുപോലെ അപ്ലൈ ചെയ്യേണ്ട സൊസൈറ്റീസിന്റെ എണ്ണം ചുരുക്കാനുള്ള സാധ്യത, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതൊക്കെ വരുന്നതിന് മുമ്പ് എക്സാമിനേഷൻ ആദ്യം എഴുതി തീർക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയും എന്താണ് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ സിലബസിന് മാറ്റം വരാം, കാരണം പാറ്റേണിൽ മാറ്റം വരാം. അതൊക്കെ മാറ്റം വരുന്ന സമയത്ത് എല്ലാം നിങ്ങളായിട്ട് കൃത്യമായിട്ട് എൻട്രി എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അതിനുവേണ്ടി അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ ചാനൽ.